കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി വിവാദത്തിന് പിന്നാലെ ഖാദി ബോർഡിലും കോടികളുടെ അഴിമതി നടന്നതായി ആരോപണം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കടകംപള്ളി മനോജ് പരാതി നൽകും. കെ.എ. രതീഷ് ഖാദി ബോർഡ് സെക്രട്ടറിയായിരുന്ന സമയത്ത് കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് മനോജിന്റെ വാദം. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി പുറത്തുകൊണ്ടുവന്ന വ്യക്തിയാണ് മനോജ്. ഖാദി ബോർഡ് സെക്രട്ടറിയായി കെ.എ. രതീഷ് ചുമതലയേറ്റ അന്നു മുതൽ അഴിമതി നടത്തിയെന്നാണ് കടകംപള്ളി മനോജിന്റെ വാദം. കോവിഡ് കാലത്ത് സർക്കാർ റേഷൻ കടകളിലൂടെ നൽകിയ ഖാദി മാസ്കിൽ കോടികളുടെ അഴിമതി നടന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി കേരള ഖാദി ബോർഡ് വഴി വിൽക്കുന്നതിൽ അധികവും കേരളത്തിന് പുറത്തുള്ള വ്യാജ ഖാദി തുണിത്തരങ്ങളെന്നാണ് മനോജ് ആരോപിക്കുന്നത്. വില കുറഞ്ഞ തുണിത്തരങ്ങൾ വലിയ വിലയ്ക്ക് വാങ്ങുന്നതായിട്ടാണ് രേഖകളിൽ കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദി ബോർഡിൽ നടത്തിയ അഴിമതി പകൽ പോലെ വ്യക്തമല്ലേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കതർ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. കതർ എന്നാണ് പറഞ്ഞ് മേടിച്ചത്. പക്ഷേ ഇത് കള്ളക്കതറാണ്. ഇത് കതറുമായിട്ടൊരു ബന്ധമില്ല. അന്നേരം അവിടെ 100 രൂപയുടെ തുണി 500 രൂപയ്ക്ക് വിൽക്കുക, 400 രൂപയ്ക്ക് മേടിച്ചെന്നും പറഞ്ഞ് കള്ളരേഖ ഉണ്ടാക്കുക. അവിടുത്തെ തൊഴിലാളികളെ എല്ലാവരെയും പറ്റിക്കുകയാണ്. തൊഴിലാളികൾക്ക്, ഈ ഖാദി തൊഴിലാളികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി വരെ അടിച്ചു മാറ്റി. അന്നേരം ഇത് ചെല്ലുന്നിടമല്ല. അദ്ദേഹം നഖം മുതൽ മുടി വരെ അഴിമതിക്കാരനാണ്. അദ്ദേഹം അഴിമതി മാത്രമേ ചെയ്യൂ, നേരായ കാര്യം ചെയ്യത്തില്ല. അതറിഞ്ഞൂടാ. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് അഴിമതിക്കാരനായിട്ടാണ്. ഖാദി തുണിത്തരങ്ങൾക്ക് പേറ്റന്റ് ഉള്ളതാണ്. കേന്ദ്ര ഖാദി കമ്മീഷൻ അംഗീകരിച്ച കേരള ഖാദി ബോർഡിൽ വ്യാജ ഖാദി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുന്ന വലിയ കുറ്റമാണ്. എന്നിട്ടും കെ.എ. രതീഷ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിക്ക് ശേഷം രതീഷ് ചുമതല വഹിച്ചിട്ടുള്ള ഇൻകെൽ, കേരള ഖാദി ബോർഡ്, റോട്രോണിക്സ് എന്നീ സ്ഥാപനങ്ങളിലും വൻ അഴിമതി നടത്തിയെന്നാണ് പരാതിക്കാരൻ മനോജ് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിനായി നിയമ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.